മുല്ലക്കര ഗ്രാമം പ്രകൃതിയുടെ ഒരു വലിയ ക്യാൻവാസ് പോലെയായിരുന്നു. പച്ചപ്പട്ടുവിരിച്ച നെൽപ്പാടങ്ങളും കാറ്റിലാടുന്ന തെങ്ങോലകളും ഗ്രാമത്തെ ചുറ്റിയൊഴുകുന്ന പുഴയും ആരെയും മോഹിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. എന്നാൽ ആ സൗന്ദര്യത്തിനിടയിലും സങ്കടത്തിന്റെ കരിനിഴൽ വീണ ഒരു വീടുണ്ടായിരുന്നു, വടക്കേടത്ത് തറവാട്. ആ തറവാട്ടിലെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അപ്പുവും അനിയത്തി അമ്മുവും തങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. വിധിയൊരു കൊടുങ്കാറ്റുപോലെ വന്ന് അവരുടെ മാതാപിതാക്കളെ തട്ടിയെടുത്തപ്പോൾ ആ പിഞ്ചുമക്കൾ അക്ഷരാർത്ഥത്തിൽ അനാഥരായി. അവരുടെ ഏക ആശ്രയം അച്ഛന്റെ അനിയൻ മാധവൻകുട്ടിയും ഭാര്യ മാധവി അമ്മയുമായിരുന്നു. മാധവൻകുട്ടി സ്നേഹമുള്ളവനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് മാധവിയമ്മയുടെ അധികാരത്തിനു മുന്നിൽ വലിയ വിലയുണ്ടായിരുന്നില്ല. "എന്താ അവിടെ ഇരുന്ന് തിന്നുന്നത്? പോയി തൊഴുത്ത് വൃത്തിയാക്ക." മാധവിയമ്മയുടെ ശബ്ദം അടുക്കളയിൽ നിന്ന് മുഴങ്ങി. 8 വയസ്സുകാരനായ അപ്പു വിറച്ചുപോയി. അവൻ വേഗം എഴുന്നേറ്റു. 5 വയസ്സുകാരി അമ്മു അവന്റെ കൈയിൽ മുറുകെ പിടിച്ചു. അവരുടെ കുരുന്ന് കൈകളിൽ തഴമ്പുകൾ വീണിരുന്നു. കിണറ്റിലെ തണുത്ത വെള്ളം കോരുമ്പോഴും വിറക് കീറുമ്പോഴും അവരുടെ കൈകൾ വിറച്ചു. പലപ്പോഴും ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളത്തിൽ അല്പം ഉപ്പിട്ടതു മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. അത് കുടിക്കുമ്പോൾ അപ്പു അമ്മുവിനോട് പറയും, "അമ്മു, കരയരുത്, നമ്മൾ വലുതാകും. അന്ന് ഞാൻ നിനക്ക് വയറ് നിറയെ ചോറ് തരും." കർക്കിടക മാസത്തിലെ ഒരു സന്ധ്യ. പുറത്ത് കനത്ത മഴ തിമിർത്തു പെയ്യുന്നു. ഇടിയുടെയും മിന്നലിന്റെയും അകമ്പിടിയോടെ കാറ്റ് വീശിയടിക്കുന്നു. അടുക്കളയിൽ മാധവി അമ്മയുടെ പ്രിയപ്പെട്ട ചീനഭരണി തുടച്ചുവെക്കുകയായിരുന്നു അമ്മു. പെട്ടെന്നൊരു ഇടിവെട്ടുണ്ടായി. ഭയന്നുപോയ അവളുടെ കയ്യിൽ നിന്ന് വഴുതി ആ ഭരണി നിലത്തു വീണ് തകർന്നു. കഷ്ണങ്ങളായി ചിതറിയ ആ ഭരണിക്കൊപ്പം അമ്മുവിന്റെ നെഞ്ചും തകർന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ മാധവി അമ്മയുടെ കണ്ണുകളിൽ തീയായിരുന്നു. "എന്റെ തറവാട് മുടിപ്പിക്കാൻ വന്ന ശകുനങ്ങളെ!" അവർ അലറി. മാധവൻകുട്ടി തടയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. "ഇറങ്ങിപ്പോടാ, ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിങ്ങളെ കണ്ടാൽ ഞാൻ കൊന്നുകളയും," മാധവി അമ്മ ആക്രോശിച്ചു. അപ്പു അമ്മുവിനെയും ചേർത്ത് പിടിച്ച് ആ പെരുമഴയത്ത് മുറ്റത്തേക്കിറങ്ങി. പിന്നിൽ വാതിൽ കുട്ടിയടയ്ക്കപ്പെട്ടു. ഇരുട്ടിൽ മഴയുടെ ശബ്ദത്തെക്കാളും ഉച്ചത്തിൽ അവരുടെ തേങ്ങലികൾ കേട്ടു. എങ്ങോട്ടു പോകണമെന്നറിയാതെ വിറയ്ക്കുന്ന ശരീരവുമായി അവർ ഇരുട്ടിലേക്ക് നടന്നു. ഗ്രാമത്തിന്റെ അതിർത്തി പിന്നിട്ടപ്പോൾ തന്നെ ഇരുട്ട് കനത്തിരുന്നു. വയനാടൻ ചുരത്തിലേക്കുള്ള പാത വിജനവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. വഴിയരികിലെ മരങ്ങൾ പ്രേതരൂപങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു. ദൂരെ എവിടെയോ ഒരു മൂങ്ങയുടെ മൂളൽ കേട്ട് അമ്മു അപ്പുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. "ഏട്ടാ, എനിക്ക് പേടിയാവുന്നു," അവൾ വിതുമ്പി. "പേടിക്കണ്ട അമ്മു, ഞാനില്ലേ കൂടെ," അപ്പു ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എങ്കിലും അവന്റെ ഉള്ളിലും ഭയത്തിന്റെ കടലിരമ്പുന്നുണ്ടായിരുന്നു. വിശപ്പ് അവരുടെ വയത്തിൽ തീ കോരിയിട്ടു. നടന്നു തളർന്ന അവരുടെ കാലുകൾക്ക് ഓരോ ചുവടും വലിയ ഭാരമായി തോന്നി. അർദ്ധരാത്രിയോടടുത്ത സമയം. കാടിന്റെ വന്യതയ്ക്കിടയിൽ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ അവർ എത്തിച്ചേർന്നു. ക്ഷീണം കൊണ്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മരത്തിന്റെ വേരുകൾക്കിടയിൽ നിന്നൊരു ഞരക്കം കേട്ടത്. അപ്പു ഞെട്ടിത്തെറിച്ചു. അമ്മു പേടിച്ച് അപ്പുവിനെ കെട്ടിപ്പിടിച്ചു. അവർ സൂക്ഷിച്ചു നോക്കി. ഇരുളിൽ ഒരു മനുഷ്യരൂപം. ഒട്ടിയ വയറും നറച്ച മുടിയും ചുളിവു വീണ മുഖവുമുള്ള ഒരു വൃദ്ധൻ. അദ്ദേഹം വേദന കൊണ്ട് പുളയുകയായിരുന്നു. ആരാണത്?" വരണ്ട തൊണ്ടയിൽ നിന്ന് ആ ശബ്ദം വളരെ കഷ്ടപ്പെട്ടാണ് പുറത്തുവന്നത്. "കുറച്ചു വെള്ളം." അപ്പുവിന്റെ ഭയം അലിഞ്ഞുപോയി. അവൻ ഓടിച്ചെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ അരുവിയിൽ നിന്ന് ഒരു ചേമ്പിലയിൽ വെള്ളം കൊണ്ടുവന്ന് ആ വൃദ്ധന്റെ വായിലേക്ക് ഒഴിച്ചുകൊടുത്തു. അമ്മുച്ചിന്റെ കീശയിൽ കരുതിയിരുന്ന കുറച്ച് കാട്ടുനെല്ലിക്കകൾ അദ്ദേഹത്തിന് നൽകി. വെള്ളം കുടിച്ച് അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരുന്നു. പേര് ശങ്കരൻ നായർ. "മക്കളെ, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഈ പാതിരാത്രിയിൽ ഇവിടെ?" അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ അത്ഭുതമുണ്ടായിരുന്നു. അപ്പു തങ്ങളുടെ കഥ കണ്ണീരോടെ വിവരിച്ചു. അച്ഛനും അമ്മയും മരിച്ചതും ചിറ്റമ്മയുടെ ക്രൂരതയും കേട്ടപ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം അവരെ സ്നേഹത്തോടെ നോക്കി. "വിധി നിങ്ങളെയും എന്നെയും ഒരേ നൂലിൽ കോർത്തിരിക്കുന്നു മക്കളെ," അദ്ദേഹം നെടുവീർപ്പിട്ടു. "എനിക്കുമുണ്ടായിരുന്നു മക്കൾ. എന്റെ സ്വത്തുക്കളും പണവുമെല്ലാം അവർ എഴുതി വാങ്ങി. ഒടുവിൽ വയസ്സായ ഈ തടി അവർക്കൊരു ഭാരമായപ്പോൾ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്ന് ഈ കാട്ടിൽ ഉപേക്ഷിച്ചു പോയതാണെന്നെ." ആ വാക്കുകൾ കേട്ട അപ്പുവിന്റെയും അമ്മുവിന്റെയും കണ്ണു നിറഞ്ഞു. സ്വന്തം ചോരയിൽ പിറന്നവർ ഉപേക്ഷിച്ച ആ പിതാവിനെ വഴിയിൽ കണ്ടുമുട്ടിയ ആ അനാഥ കുട്ടികൾ ചേർത്തു പിടിച്ചു. കാട്ടിലെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അവർ ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട് അദ്ദേഹത്തിന് കിടക്കയൊരുക്കി. "ഇനി മുതൽ മുത്തശ്ശന് കൂട്ടിന് ഞങ്ങളുണ്ട്," അമ്മു അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
ആ കാട്ടിലെ ഇരുട്ടിലും സ്നേഹത്തിന്റെ ഒരു വലിയ വെളിച്ചം അവർക്കിടയിൽ തെളിഞ്ഞു കത്തുകയായിരുന്നു. 2 ദിവസം അവർ കാട്ടിൽ കഴിഞ്ഞു. മക്കളെപ്പോലെ അവർ ശങ്കരൻ നായരെ ശുശ്രൂഷിച്ചു. 3-ാം ദിവസം ശങ്കരൻ നായർ അപ്പുവിനെ അടുത്തു വിളിച്ചു. അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കാറായിരുന്നു. മക്കളെ, ഈ ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. എന്റെ മക്കൾക്ക് വേണ്ടത് പണമായിരുന്നു. അത് ഞാൻ അവർക്ക് കൊടുത്തില്ല. പക്ഷേ നിസ്വാർത്ഥമായ നിങ്ങളുടെ സ്നേഹം ഞാൻ കണ്ടു. അദ്ദേഹം വിറയ്ക്കുന്ന കൈകളോടെ ആൽമരത്തിന്റെ പൊത്തിൽ നിന്നും പഴയ ഒരു ഓട്ടുപാത്രം പുറത്തെടുത്തു. ഇത് പണ്ട് തിരുവിതാംകൂർ രാജാവെന്റെ മുത്തശ്ശന് സമ്മാനിച്ചതാണ്. നിറയെ സ്വർണ്ണ നാണയങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതുപയോഗിച്ച് നന്മ ചെയ്യുക. വിശക്കുന്നവർക്ക് അന്നം നൽകുക. അപ്പുവിന്റെയും അമ്മുവിന്റെയും കൈകളിൽ ആ നിധി ഏൽപ്പിച്ച് മുഖത്തൊരു പുഞ്ചിരിയോടെ ശങ്കരൻ നായർ യാത്രയായി. വർഷങ്ങൾ പുഴയിലെ വെള്ളം പോലെ ഒഴുകി നീങ്ങിപ്പോയി. മുല്ലക്കര ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറിമറിഞ്ഞു. കാടുപിടിച്ചുകിടന്ന ആ പഴയ കുന്നിൻ പ്രദേശം ഇന്ന് നാടിന്റെ വിളക്കാണ്. അവിടെ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ഇരുനില മാളികയ്ക്ക് മുന്നിൽ ഒരു ബോർഡ് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ശങ്കരസദനം. അതൊരു വെറും വീടായിരുന്നില്ല. അപ്പുവും അമ്മുവും തങ്ങളുടെ വിയർപ്പും സ്വപ്നങ്ങളും കൊണ്ട് കെട്ടിപ്പടുത്ത സ്നേഹത്തിന്റെ കൂടാരമായിരുന്നു. ശങ്കരൻ നായർ നൽകിയ സ്വർണ്ണ നാണയങ്ങൾ അവർ വിവേകത്തോടെയാണ് ഉപയോഗിച്ചത്. ആ പണം ധൂർത്തടിക്കാതെ അവർ തരിശുഭൂമി വാങ്ങി കൃഷിയിറക്കി. പൊന്നു വിളയിക്കുന്ന പാടങ്ങളും കായ്ച്ചു നിൽക്കുന്ന തെങ്ങിൻ തോപ്പങ്ങളും ഗ്രാമത്തിന് ഐശ്വര്യം കൊണ്ടുവന്നു. സമ്പത്ത് കുമിഞ്ഞുകൂടിയപ്പോഴും അപ്പുവും അമ്മുവും തങ്ങളുടെ ഭൂതകാലം മറന്നില്ല. പട്ടിണിയുടെ രുചി എന്താണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ശങ്കരസദനത്തിന്റെ അടുക്കളയിൽ എപ്പോഴും തീ എരിഞ്ഞുകൊണ്ടേയിരുന്നു. ഉച്ചയ്ക്ക് വിശന്നുവരുന്ന ആർക്കും അവിടെ വയറു നിറയെ ചോറുണ്ട്. വിശക്കുന്നവന്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പുണ്യം, അപ്പു എപ്പോഴും പറയാമായിരുന്നു. അമ്മു ഇപ്പോൾ വളർന്ന് സുന്ദരിയായ ഒരു യുവതിയായിരിക്കുന്നു. അവളുടെ കൈകളിലൂടെ വിളമ്പുന്ന ഭക്ഷണത്തിന് അമ്മയുടെ സ്നേഹത്തിന്റെ രുചിയുണ്ടെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. അഗതികൾക്കും രോഗികൾക്കും വഴിപോക്കർക്കും ശങ്കരസദനം ഒരു അഭയകേന്ദ്രമായി. അപ്പു ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു പാഠശാലയും തുടങ്ങി. പഠിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ആരുടെയും വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ഓരോ നല്ല കാര്യത്തിലും അവരുടെ കയ്യൊപ്പുണ്ടായിരുന്നു. ആളുകൾ ബഹുമാനത്തോടെ അപ്പുവിനെ അപ്പു മുതലാളിയെന്നും സ്നേഹത്തോടെ അമ്മുവിനെ അമ്മുക്കുട്ടിയെന്നും വിളിച്ചു. അവരുടെ കീർത്തി അയൽ ഗ്രാമങ്ങളിലേക്കും പരന്നു. ആരും പട്ടിണി കിടക്കാത്ത ഒരു ഗ്രാമമായി മുല്ലക്കര മാറി. ഇതേസമയം വടക്കേടത്തെ തറവാട്ടിൽ കാലം മറ്റൊരു കണക്ക് തീർക്കുകയായിരുന്നു. മാധവിയമ്മയുടെ മകൻ രഘു വളർന്നു. പക്ഷെ വഴിതെറ്റി കൂട്ടുകെട്ടിൽപ്പെട്ട് അവൻ മദ്യപാനിയും ചൂതുകളിക്കാരനുമായി. അച്ഛൻ മരിച്ചതോടെ തറവാടിന്റെ ഭരണം അവന്റെ കയ്യിലായി. അവൻ പറമ്പുകൾ ഓരോന്നായി വിറ്റു. പണം ചോദിച്ചവൻ മാധവിയമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. എടാ, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ആ പിള്ളേരെ പടിയിറക്കി വിട്ടത്? മാധവിയമ്മ കരഞ്ഞു ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞോ അവരെ ഇറക്കിവിടാൻ? തള്ളയ്ക്കിപ്പോ വട്ടാണ്, രഘു പരിഹസിച്ചു. ഒടുവിൽ തറവാടും വിറ്റ് പണം മുഴുവൻ തീർന്നപ്പോൾ ഒരു ഉച്ചനേരത്ത് രഘു സ്വന്തം അമ്മയെ തെരുവിലേക്ക് തള്ളിവിട്ടു. ഇനി ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ കൊല്ലും. പണ്ട് താൻ അപ്പുവിനോടും അമ്മുവിനോടും പറഞ്ഞ അതേ വാക്കുകൾ മകൻ തന്നോട് പറയുന്നത് കേട്ട് മാധവിയമ്മയുടെ നെഞ്ചു തകർന്നു. വിശപ്പിന്റെ വിളിക്ക് അഭിമാനമില്ലെന്ന് മാധവിയമ്മ തിരിച്ചറിഞ്ഞ ദിനങ്ങളായിരുന്നു അത്. ഉടുതുണിക്ക് മറുപടിയില്ലാതെ മുഷിഞ്ഞ ചേല ചുറ്റി സ്വന്തം ഗ്രാമത്തിലെ തിരുവുകളിൽ ഒരു ഭ്രാന്തിയെപ്പോലെ അവർ അലഞ്ഞു. കാലുകൾ വിണ്ടുകീറി ചോര കിനിയുന്നുണ്ടായിരുന്നു. വെയിലിന്റെ ചൂടിനേക്കാൾ അവരെ പൊള്ളിച്ചത് ഓർമ്മകളായിരുന്നു. ഒരിക്കൽ സ്വന്തം പറമ്പിലെ മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ പിറക്കാൻ വന്ന അയൽപ്പക്കത്തെ കുട്ടികളെ വടിയെടുത്തോടിച്ച കൈകളാണ് ഇന്നൊരൽപ്പം വറ്റിനുവേണ്ടി നീളുന്നത്. ഓരോ വീട്ടുപടിക്കലും ചെല്ലുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന മറുപടി കേട്ട് അവർ തലകുനിച്ചു. വിശക്കുന്നു, ആരെങ്കിലും വല്ലതും തരണേ. ആ വാക്കുകൾ അവരുടെ തൊണ്ടയിൽ കുരുങ്ങി. അങ്ങനെ നടന്നു തളർന്നപ്പോഴാണ് വഴിയരികിലെ ഒരു കടത്തെണ്ണയിലിരുന്ന വൃദ്ധൻ അവരോട് പറഞ്ഞത്. തള്ളേ, ഇവിടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ആ കുന്നിന്റെ മുകളിലെ വലിയ മാളിക കണ്ടോ? ശങ്കരസദനം. അവിടെ ചെല്ല്. അവിടെ ആരെയും പട്ടിണികിടില്ല. അവിടുത്തെ മുതലാളിയും അനിയത്തിയും ദൈവത്തെപ്പോലെയാണ്. ദൈവത്തെപ്പോലെയുള്ള മനുഷ്യരോ? മാധവിയമ്മയുടെ മനസ്സിൽ ഒരു നേരിയ പ്രതീക്ഷ നാമ്പിട്ടു. വിറയ്ക്കുന്ന കാലുകളോടെ അവർ ആ കുന്നു കയറാൻ തുടങ്ങി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ വിസ്മയിപ്പിച്ചു. വലിയൊരു പന്തലിനു കീഴിൽ നൂറുകണക്കിന് ആളുകൾ വരിയായി നിൽക്കുന്നു. ആവി പറക്കുന്ന കഞ്ഞിയുടെ മണം അവരുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. വിശപ്പ് സഹിക്കാനാവാതെ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവരും ആ വരിയിൽ സ്ഥാനം പിടിച്ചു. കഞ്ഞിക്കായി പാത്രം നീട്ടുമ്പോഴാണ് മാധവിയമ്മ ഉമ്മരത്തേക്ക് യാദൃശ്ചികമായി നോക്കിയത്. ആ കാഴ്ച കണ്ട് അവരുടെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങിപ്പോയി. അവിടെ നിലവിളക്കിന്റെ പ്രഭയിൽ കസവ് മുണ്ടുടുത്ത് പ്രതാപത്തോടെ ഇരിക്കുന്നത് മറ്റാരുമല്ല,
അപ്പു. അവന്റെ അരികിൽ പണ്ട് തന്റെ അടിപേടിച്ച് അടുക്കളയിൽ ഒളിച്ചിരുന്ന ആ കൊച്ചു പെൺകുട്ടി അമ്മു ഇന്ന് മഹാലക്ഷ്മിയെപ്പോലെ ഐശ്വര്യത്തോടെ നിൽക്കുന്നു. ഓർമ്മകൾ ഒരു കൊടുങ്കാറ്റുപോലെ മാധവിയമ്മയുടെ മനസ്സിൽ ആഞ്ഞടിച്ചു. കർക്കിടകത്തിലെ ആ രാത്രി, ഇടിമുഴക്കം, തറയിൽ ഉടഞ്ഞു വീണ ഭരണിക്കഷണങ്ങൾ, ഇറങ്ങിപ്പോടാ എന്ന തന്റെ ആക്രോശം. അന്ന് താൻ മഴയത്ത് തള്ളിവിട്ട ആ അനാഥ കുട്ടികളാണ് ഇന്നീ നാടിന്റെ അന്നദാതാക്കൾ. താൻ സ്വന്തം മകനാൽ തെരുവിൽ തള്ളപ്പെട്ടപ്പോൾ താൻ വെറുത്ത മക്കൾ തന്നെ രക്ഷകരായിരിക്കുന്നു. അപമാനവും കുറ്റബോധവും കൊണ്ട് അവരുടെ തല കറങ്ങി. നെഞ്ചിൽ ആരോ തീക്കനൽ കോരിയിട്ടതുപോലെ തോന്നി. വിറയ്ക്കുന്ന കൈകളിൽ നിന്ന് മൺപാത്രം താഴെ വീണുടഞ്ഞു. ആ ശബ്ദം കേട്ട ചുറ്റുമുള്ളവർ അവരെ നോക്കി. പക്ഷെ മാധവിയമ്മയ്ക്ക് അപ്പോഴേക്കും പിടിച്ചു നിൽക്കാനായില്ല. താൻ ചെയ്ത പാപങ്ങളുടെ ഭാരം ആ വലിയ മാളികയുടെ മുൻപിൽ അവരെ തീർത്തും ചെറിയവളാക്കി മാറ്റിയിരുന്നു. കണ്ണുനീർ കാഴ്ചകളെ മറച്ചു. ശബ്ദം കേട്ട അപ്പുവും അമ്മുവും അങ്ങോട്ട് നോക്കി. മുഷിഞ്ഞ വേഷത്തിലിരിക്കുന്ന ആ വൃദ്ധയെ കണ്ടതും അമ്മു ഓടിച്ചെന്നു. ചിറ്റമ്മേ, അവൾ വിളിച്ചു. അപ്പുവും ഓടിയെത്തി. അവർക്ക് മാധവിയമ്മയോട് വെറുപ്പുണ്ടായിരുന്നില്ല. ചിറ്റമ്മേ, എന്തിനാ അവിടെ നിൽക്കുന്നത്? വരൂ, അകത്തേക്ക് വരൂ. അപ്പു സ്നേഹത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചു. പഴയതൊന്നും ഞങ്ങൾ ഓർക്കുന്നില്ല. ചിറ്റമ്മയ്ക്കിവിടെ ഞങ്ങളുടെ കൂടെ രാജ്ഞിയായി കഴിയാം എന്ന് അപ്പു പറഞ്ഞു. പക്ഷേ ആ സ്നേഹം മാധവിയമ്മയ്ക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അവരുടെ ക്രൂരതകൾക്ക് പകരം ലഭിച്ച ഈ സ്നേഹം അവരുടെ ഹൃദയത്തെ ചുട്ടുപൊള്ളിച്ചു. വേണ്ട മക്കളെ, എന്നെ തുടരുത്. ഞാൻ പാപിയാണ്. സ്വന്തം മകൻ എന്നെ തെരുവിൽ തള്ളി. ഞാൻ ഉപേക്ഷിച്ച മക്കൾ എന്നെ ദൈവത്തെപ്പോലെ കാണുന്നു. ഈ പാപത്തിന് മാപ്പില്ല. അവർ കൈകൾ വിടുവിച്ച് കരഞ്ഞുകൊണ്ട് ഗേറ്റിനു പുറത്തേക്ക് ഓടി. ചിറ്റമ്മേ, നിൽക്കൂ, അപ്പു വിളിച്ചു. പക്ഷേ അവർ കേട്ടില്ല. പിറ്റേന്ന് ഗ്രാമത്തിലെ പുഴയോരത്തെ കൽക്കെട്ടിൽ മാധവിയമ്മയെ മരിച്ചു നിലയിൽ കണ്ടെത്തി. മുഖത്ത് കുറ്റബോധത്തിന്റെ നിഴൽ അപ്പോഴും മാഞ്ഞിരുന്നില്ല. അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് അപ്പുവും അമ്മുവുമായിരുന്നു. അപ്പു ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അകലെ ആൽമരത്തിലെ കിളികൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിച്ചെങ്കിലും ബാക്കി വന്നത് നീറുന്ന ചില ഓർമ്മകൾ മാത്രമായിരുന്നു.